ഇവിടെ ലെങ്ത്ത് വരുന്നത് 3995 mm ലെങ്ത്തും വിഡ്ത്ത് 1635 mm വിഡ്ത്തും ഹൈറ്റ് 1490 വിഡ്ത്തും അല്ല ഹൈറ്റ് ഹൈറ്റുമാണ് വരുന്നത്. 35 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. പിന്നെ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ 48 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ 104 Nm ആണ് ടോർക്ക് വരുന്നത്. 67 bhp ആണ് പവർ വരുന്നത്. പിന്നെ 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 13 ലിറ്ററാണ് ഇതിൻ്റെ 13 ഇഞ്ചാണ് ഇതിൻ്റെ ടയറിൻ്റെ ഇത് വരുന്നത്, ടയറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇങ്ങനത്തെ കണ്ടൻറ്റായിട്ട് വരാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നറൂട്ടോ സീരീസ് എല്ലാവരും കാണുക, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു കാറാണ്, എൻ്റെ എൻ്റെ പപ്പയുടെ കാറാണ്. ഈ കാറിൻ്റെ അപ്പോൾ റിവ്യൂ ആയിട്ടാണ്. ഇതൊരു ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്, 2016 മോഡൽ. അപ്പോൾ ഈ കാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അപ്പം എല്ലാവർക്കും ജയസ് ബൈ ജോഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ്ട് ഡാറ്റ്സൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ ഹണികോം ഗ്രില്ല്, ആ ഗ്രില്ലിന് ചുറ്റും ക്രോം ഫിനിഷിൽ ഒരു ബീഡിങ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഇടാനുള്ള പോർഷൻ അതും ഹണിക്കോമ്പ് പോലത്തെ ഡിസൈൻ മാത്രം എടുത്തിട്ടുള്ള ഹണിക്കോമ്പല്ല. പിന്നെ ഇതാണ് ഹുക്ക് ഇടാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിനകത്ത് തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ ഇതാണ്ട് ഇത് ഒരു ബോണറ്റ്, ഇതാണ് ബോണറ്റ്. പിന്നെ അത് വലിയൊരു ഫ്രണ്ട് ഗ്ലാസ് തന്നെ വരുന്നുണ്ട്. പിന്നെ വൈപ്പർ, ഇതാണ് ഇതിൻ്റെ വൈപ്പർ. ഒറ്റൊരു വൈപ്പറേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഞങ്ങൾ വൈപ്പർ ബ്ലേഡ് മാറ്റാണ്, സാധാ ഒരു കാർഡിൻ്റെ വൈപ്പർ ബ്ലേഡ് ആക്കിയതാണ്. ഇത് ഏതാണ്ട് ഇതിൻ്റെ വേറൊരു ബ്ലേഡ് കമ്പനി വരുന്ന ബ്ലേഡാണെങ്കിൽ ഭയങ്കര വലുതാണ്. അപ്പോൾ സൈഡ് വ്യൂവിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത്. ഡിക്കി ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടതാണ്. ഇതാണ് നല്ലൊരു നീളമുള്ള, അത്യാവശ്യം നീളമുള്ളൊരു വണ്ടി തന്നെയാണ് ഡാറ്റ്സൺ ഗോ പ്ലസ്. ഇന്നോവയുടെ അത്രയും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ ഇന്നോവയെ വെച്ച് നോക്കിയിട്ടില്ല. 13 ഇഞ്ച് അലോയ്സ് വരുന്നില്ല, ഇത് സ്റ്റോക്ക് ടയറാണ്. 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോളോൻ്റെ ടയറ്, ഇത് കമ്പനി ടയറാണ് കേട്ടോ, ഇത് കമ്പനി തന്ന ടയറാണ്. ഇതുണ്ട് 13 ഇഞ്ചാണ്, 155 ബവർ 70 R13. 13 ഇഞ്ചാണ് വരുന്നത്. വീൽ സൈസ്. അതായത് ഒരു ഇത് കൂട്ടി വരുന്നുണ്ട്, വീൽ കപ്പ്. ഇതാണ് ഇതിൻ്റെ കമ്പനി തന്നെയാണെങ്കിൽ തരുന്ന ഒരു ഇതാണ്ട് ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. വിൻഷീൽഡ് അല്ലല്ലോ, റെയിൻ ഷീൽഡ് അങ്ങനെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇതാണ്ട് ഫെൻഡറിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സൈഡ് ഫെൻഡറിൽ. ഇത് പിന്നെ മിറർ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതാണ്ട് പുതിയ ടൈപ്പ് 2-നാണെങ്കിൽ നമുക്കാണെങ്കിൽ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് അപ്പോൾ ബാക്ക് വരുന്നത് വണ്ടിയുടെ. 2 ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഇത് ടെയിൽ ലാമ്പ്, അവിടെ ടെയിൽ ലാമ്പ്. ഡാറ്റ്സൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ ആണെങ്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമോ? ഇത് നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്, ഇത് നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്. പിന്നെ ഇവിടെ ഗോ പ്ലസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കമ്പനി തന്നെ വരുന്ന ഒരു 4 റിവേഴ്സ് സെൻസറുണ്ട്. ബാക്കിൽ മാത്രമേ വരുന്നുള്ളൂ, ഫ്രണ്ടിൽ വരുന്നില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വരുന്നത്. ഓക്കെ, നമുക്കിനി ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതിന് സെൻട്രൽ ലോക്കാണ് വരുന്നത്. ഇതാണ്ട് റിമോട്ട് കൺട്രോൾ അല്ല, ഇതാണ്ട് ഇവിടെ ഇടുമ്പോൾ 4 സൈഡിലത്തെ ലോക്ക് വീഴും, അങ്ങനൊരു ടൈപ്പാണ്. അങ്ങനൊരു സെൻട്രൽ ലോക്കാണ്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. ഇതാണ് വണ്ടിയുടെ ഉൾവശം വരുന്നത്. ഞാനിപ്പോൾ ഡോർ അടച്ചിട്ടില്ല. ഇവിടെ ഒരു കമ്പനി സ്റ്റീരിയോ, പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ടത്തെ iPhone 7
പിന്നെ ഐഫോൺ പഴയ ടൈപ്പൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇതിന് ഡോറ് അടയ്ക്കാത്തതുകൊണ്ടാണെങ്കിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓഫായില്ലേ. പിന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ബാക്കിലത്തെ ഡിക്കി ഓപ്പൺ ആട്ടോ. പിന്നെ ഇവിടെ AC വെൻ്റ് വരുന്നുണ്ട്. ഇതാണ് AC വെൻ്റ്. 4 സൈഡും ഇങ്ങനെ ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ റിവേഴ്സ് സെൻസറിൻ്റെ കമ്പനി തന്നെ കൊടുത്തേക്കുന്നത് റിവേഴ്സ് സെൻസറിൻ്റെ ഇത് കിട്ടാണ് ഡിസ്പ്ലേ. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മീറ്റർ ആണ് ഇത് വരുന്നത്. ഇവിടെയാണ് ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് RPM പിന്നെ പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം ഇവിടെയും. പിന്നെ ഇതാണ് ഇവിടെ സ്പീഡോ മീറ്ററിൻ്റെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇത്. അതായത് കിലോമീറ്റർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണിത്. ഇവിടെ പിന്നെ സാധാ ചില വണ്ടിയുടെയൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കും ലൈറ്റൊക്കെ ഓണാക്കുന്നത് വരുന്നത്. ഇവിടെ ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ തന്നെയാണ്. ലൈറ്റിൻ്റെ പിന്നെ പോയിൻ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ആയിട്ടാണ് പോയിൻ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടോ ഇത് പോയിൻ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ വേണ്ടേ ഈ ജോയ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഈ സാധനം കണ്ടോ, ഇത് ബോണറ്റ് തുറക്കാനും. ഇത് OBD പോർട്ടും. ഡാറ്റ്സൺ കോപ്ലസിൻ്റെ OBD പോർട്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് സൈഡിൻ്റെ ഇവിടെ തന്നെയാണ്. ഇതിന് പിന്നെ ചില വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് കഴിക്കലില്ല. ചില ഡാറ്റ്സൺ കോപ്ലസിനൊക്കെ ഉണ്ടെന്നാണ് OLX ഒക്കെ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. ഇതിന് 3 പെഡൽസ് വെച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അതുപോലെ മാനുവലാണ്. പുതിയ ടൈപ്പ് 2 ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും ലഭിക്കും. പിന്നെ റെഡിഗോയ്ക്കാണെങ്കിൽ ടൈപ്പ് 1ലും ടൈപ്പ് 2ലും ഉണ്ട് ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷൻ. അപ്പോൾ അതാണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ആണെങ്കിൽ ഇത് ഡ്രൈവറിൻ്റെ പവർ വിൻഡോ നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ അതൊരു വലിയൊരു പോരായ്മയാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ക്വാളിസിൻ്റെയും ടവേറയുടെയൊക്കെ പോലെ അങ്ങനെ ചെറിയ ടൈപ്പ് ഹാൻഡ് ബ്രേക്കാണ്. അതിൽ നിന്നിങ്ങനെ വലിച്ചിട്ട് സൈഡിലേക്കാക്കി റിലീസ് ചെയ്യുന്ന ടൈപ്പ്. ഇത് തന്നെ ഏതാണ്ട് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്കാണെങ്കിൽ മറ്റേ മൊഡ്യൂളൊന്നും വെച്ചിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഇത് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ AC-യുടെ സംഭവങ്ങൾ ഇത് നമുക്ക് AC ഇടുമ്പോഴത്തേക്കും അല്ലാതെ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയുള്ളതൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ AC-യുടെ വെൻസും AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അതുകൊണ്ട് ഇതിപ്പം ഡ്രൈവിംഗ് സൈഡിലത്തെ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിരുന്നു. ഇതിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമല്ല ഞാൻ കാണിച്ചു തരാം. സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത് നമുക്കാണെങ്കിൽ ഈ ചായാൻ വേണ്ടിയുള്ളതൊക്കെ ഇവിടെയാണ്. പിന്നെ നമുക്ക് പുറകോട്ടേക്ക് നീക്കാനും ഫ്രണ്ടിലേക്ക് വലിക്കാനും. അതുകൊണ്ട് ഇവിടെ ഒരു ലിവറുണ്ട്. ഇതാണ്ട് ഈ ലിവറുണ്ടോ, ഇത് മുകളിലേക്ക് നേരെ പൊക്കണം, എന്നിട്ട് വലിക്കണം. അപ്പം ഇവിടെ അപ്പുറത്തും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത്. പിന്നെ ഇവിടെ സീറ്റ് ബെൽറ്റിന് വേണ്ടിയുള്ള ലോക്കും. പിന്നെ ഇത് സീറ്റ് ബെൽറ്റ് അത്യാവശ്യം നീളമുള്ള സീറ്റ് ബെൽറ്റ് തന്നെയാണ്. ഇതൊന്നും കവറൊന്നും അയച്ചിട്ടില്ല കേട്ടോ. 2016 വണ്ടിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊന്നും അയച്ചിട്ടില്ല. ഇതുണ്ടോ, ഇതിനു മുമ്പ് എനിക്കൊരു 2009 മോഡൽ ഷെവർലെ സ്പാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡോർ പാഡിൻ്റെ കവർ പോലും അയച്ചിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലത്തെ ഡോർ പാഡ് വരുന്നത്, ബാക്ക് സൈഡ് പവർ വിൻഡോ അല്ലേ വരുന്നത്. ഇതുണ്ടോ, അത് ഹാൻഡിലാണ് വരുന്നത്. പിന്നെ ഇതാണ് സീറ്റ് വരുന്നത്. സീറ്റ് ഇപ്പോൾ ഞാൻ ഏറ്റവും പുറകിലേക്കാണ് 2 സൈഡും വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ് കാരണം ഫ്രണ്ട് സീറ്റ് ഉണ്ടോ, ബെഞ്ച് സീറ്റാണ് വരുന്നത്. അതായത് പഴയ അംബാസഡർ പോലെ. അപ്പോൾ ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഫ്രണ്ടിലേക്ക് ആക്കാൻ പറ്റില്ല, കോ പാസഞ്ചർ സൈഡ്. കാരണം ഫ്രണ്ടിലേക്കാക്കി കഴിയുമ്പോൾ ഈ നടുക്കത്തെ ഒരു സംഭവം കണ്ടു, നേരെ അതിലേക്ക് തട്ടും, ഗിയറിൻ്റെ അവിടേക്ക് തട്ടും. ഇത് 5 സ്പീഡ് ഗിയറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ദാണ്ടെ ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ ഇത്ര ഒരു കുഞ്ഞായിട്ട് പോലും, ഞാൻ ഇപ്പോൾ ചെറിയ ചേക്കനല്ലേ, 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പോലും ഇതായത് കണ്ടോ, ഇത്രേ ഉള്ളൂ. അതാണ്ട് ഒരു 4 പേരുടെ ഗ്യാപ്പേ ഉള്ളൂ. ഇതാണ്ടോ ഒരു 4 പേരുടെ ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ സീറ്റും ബാക്കിലിരിക്കുന്നതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്ക് സീറ്റൊക്കെ ഫുള്ള് കച്ചറയായിട്ട് കിടക്കുകയാണ്. ഒരു യാത്ര പോയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഹെഡ് റെസ്റ്റ് റിമൂവബിളായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഒന്നും അല്ല വരുന്നത്.
ഒരു സാധാ ഒരു ഹെഡ് റെസ്റ്റാണ് വരുന്നത്. സീറ്റിങ്ങിൻ്റെ സുഖം ദൂരയാത്രയ്ക്കൊന്നും പറ്റില്ല. കുറേ ദൂരമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നടുവൊക്കെ വേദനെടുക്കാൻ തുടങ്ങും. ഇനി ഏറ്റവും ബാക്കിലത്തെ റോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ബാക്കിലത്തെ റോ വരുന്നത്. ഒരു കുഞ്ഞ് ക്വാർട്ടർ ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഡിക്കി ഞാൻ ഇപ്പോൾ അടച്ചേക്കുവാണ്. അടച്ചതുണ്ട്. ഇതാണ്ടോ ബ്രേക്ക് ലൈറ്റ്. ഇത് ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്. ഈ ഡിക്കിക്ക് ഈ ബൂട്ടിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പാഡ് മാത്രമേ വരുന്നുള്ളൂ. അത് മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തൊന്നും വരുന്നില്ല. പിന്നെ ഡിക്കി സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഡിക്കിക്ക് സ്പേസ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിന് ടയർ എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് കണ്ടോ, ഈ സീറ്റെന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞ് സീറ്റാണ്. ഞാൻ ഇതിൻ്റെ സീറ്റിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും കുഞ്ഞൊരു സീറ്റാണ് വരുന്നത്. സീറ്റിന് നമുക്ക് ഇവിടെ മടക്കാനൊക്കെ പറ്റും. ഇവിടെ കണ്ടോ ഈ ലോക്ക് പിടിച്ച് തിരിച്ചിട്ട് മടക്കിയാൽ മതി. കണ്ടോ, നമുക്കിങ്ങനെ മടക്കാം. മടക്കി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണെങ്കിൽ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ഭാവിയിരുന്ന് തന്നെ ഇതൊക്കെ തുറക്കാൻ പറ്റും. ഡിക്കി തുറക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഇതിപ്പോൾ അടച്ചു. ഇതാണ്ട് കണ്ടോ, തുറന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും കുഞ്ഞൊരു സീറ്റാണ് വരുന്നത്. ഇതാണ് ലെഗ് സ്പേസ് വരുന്നത്. ഇതുണ്ട്, എനിക്ക് തന്നെ ഇത്രയേ വരുന്നുള്ളൂ. തൈ സപ്പോർട്ടൊന്നും ഇല്ല, തീരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. തൈ സപ്പോർട്ടൊന്നും ഒട്ടുമില്ല. നല്ല പൊക്കമുള്ളവർക്കൊക്കെ ഒന്നും പിടിക്കാൻ പറ്റില്ല. ഈ ചൈൽഡ് സീറ്റ് എന്ന് പറഞ്ഞാണ് കമ്പനി അതിനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കമ്പനീനെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബാക്കിലത്തെ സൈഡ്. എന്നാലും ഇതുണ്ടോ, ഇവിടുന്ന് ഇത്രയും ഗ്യാപ്പ് 4 പേരിൽ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞേ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ എൻജിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. വേറൊരു കാര്യം പറയാനുള്ളത് ഇതാണ്, ഡ്രൈവിംഗ് സൈഡ് മാത്രമേ ഉള്ളൂ ഡോർ സ്വിച്ച് ഉള്ളത്. കോ പാസഞ്ചർ സൈഡ് ഡോർ സ്വിച്ച് ഇല്ല. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ വരുന്നത് 1198 cc പെട്രോൾ എൻജിനാണ് വരുന്നത്. 3 സിലിണ്ടർ. നല്ലൊരു എൻജിനാണ്, നല്ല പവറുള്ള എൻജിനാണ്. ഈ വണ്ടിക്ക് പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 787 കിലോയാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ ട്രൈബറിനൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാളും ഒത്തിരി വെയിറ്റ് കൂടുതലായിരിക്കും. ട്രൈബർ ഇതൊക്കെ ഒരേ സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ട്രൈബർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വെയിറ്റുള്ള വണ്ടിയാണ്. പക്ഷേ അതിന് 998 cc എഞ്ചിനാണ്, 1000 cc എഞ്ചിനാണ് വരുന്നത്. ഇതിനെന്ന് വെച്ചാൽ 1200 cc എഞ്ചിനാണ്. നല്ല പവർ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് ഇല്ല. മൈലേജ് പക്ഷേ ഇച്ചിരി കുറവായിരിക്കും. 17, 18 അല്ലെങ്കിൽ ചില സമയത്തൊക്കെ 16 കിട്ടാറുള്ളൂ മൈലേജ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ട്രൈബറിനൊക്കെ സംബന്ധിച്ചിടത്തോളം ട്രൈബറിനൊക്കെ എനിക്ക് അത്ര മൈലേജ് ഒന്നും അറിയത്തില്ല. ട്രൈബറെ ഞാൻ കയറി യാത്ര ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്കും അകത്തുനിന്ന് സ്പേസൊക്കെ അത്രയൊന്നും ഇല്ലെങ്കിലും എൻജിൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എൻജിൻ സൈഡ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. കാരണം അത്യാവശ്യം നല്ല പവറും വരുന്നുണ്ട്. ഇതിൻ്റെ bhpയും ടോർക്കും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3995 mm ലെങ്ത്തും വിഡ്ത്ത് 1635 mm വിഡ്ത്തും ഹൈറ്റ് 1490 വിഡ്ത്തും ഹൈറ്റ് ഹൈറ്റുമാണ് വരുന്നത്. 35 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. പിന്നെ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ 48 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ 104 Nm ആണ് ടോർക്ക് വരുന്നത്. 67 bhp ആണ് പവർ വരുന്നത്. പിന്നെ 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 13 ലിറ്ററാണ് ഇതിൻ്റെ 13 ഇഞ്ചാണ് ഇതിൻ്റെ ടയറിൻ്റെ വരുന്നത്, ടയറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇങ്ങനത്തെ കണ്ടൻറ്റായിട്ട് വരാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നറൂട്ടോ സീരീസ് എല്ലാവരും കാണുക, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ.